വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്തോർ. വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു നിക്കാഹിൻ്റെ വീഡിയോ കണ്ടു. അതായത് ഒരു ഹിന്ദു യുവതിയും ഒരു മുസ്ലിം യുവാവും തമ്മിലാണ് നിക്കാഹ്. അലിയും ആര്യയും കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നത് ഒരു മൗലവിയാണ്. എന്നിട്ട് അറബിയിൽ ഖുതുബൊക്കെ ഓതിയിട്ട് ഈ പെണ്ണിൻ്റെ അച്ഛൻ വത്സൻ എന്ത് ചെയ്ത് കൊടുക്കുകയാണ്, ഇങ്ങോട്ട് ആണിയെ നിക്കാഹ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് കബിൽത്തു എന്ന് പറയുക. എന്നിട്ടൊരു ഒരു ലളിതമായ ഒരു ഭക്ഷണം കൊടുക്കൽ. അങ്ങനെ വളരെ അത്ഭുതപ്പെടുന്ന ഒരു നിക്കാഹ്. സാധാരണ ഹിന്ദു മുസ്ലിം പ്രണയങ്ങൾ എന്ന് പറഞ്ഞാൽ നാട്ടിൽ നടക്കൽ എങ്ങനെയാണ്? വല്ല ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ പ്രണയിച്ചാൽ നേരെ അമ്പലത്തിൽ പോയി താലി കെട്ടൽ. ഇതങ്ങനെയല്ല. ഇത് നേരെ ഇവിടെ കൊടുന്നിട്ട് ഇവർ തമ്മിൽ പ്രണയിച്ചവരായിരിക്കും കേട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ് വരില്ല. ആര്യയുടെ അച്ഛൻ കാണിച്ചു കൊടുക്കുകയാണ്, ഇതാണ് ഞാൻ നിങ്ങളുടെ മകൾക്ക് നൽകാൻ പോകുന്ന മഹർ, തൃപ്തിപ്പെട്ടോ എന്ന് ചോദിക്കുന്നു. അവൾ തൃപ്തിപ്പെട്ടു എന്ന് പറയുന്നു. അങ്ങനെ ആര്യയുടെ അച്ഛൻ എന്ത് ചെയ്യുന്നു, ഇങ്ങോട്ട് ഈ ചെക്കൻക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നു. അതിന് കാർമ്മികത്വം കൊടുക്കുന്നത് ഒരു മതപണ്ഡിതനായ മുസ്തഫ മൗലവി എന്ന് പറയുന്ന ഒരാൾ. ഞാൻ ഞെട്ടിപ്പോയി. ഇതെങ്ങനെ ഇപ്പം ഇങ്ങനെ സംഭവിക്കുന്നത്? സാധാരണ സംഭവിക്കുന്ന ഒരു കേസല്ലല്ലോ. സാധാരണ നടക്കുന്ന ലവ് ജിഹാദുള്ള ആരോപണത്തിൽ എന്തായാലും വരില്ല. കാരണം രണ്ട് കൂട്ടുകാരും അണ്ടർസ്റ്റാൻഡിങ്ങിലാണ്. സാധാരണ നമ്മുടെയൊക്കെ നിക്കാഹിൽ നടക്കുന്നത് പോലെയുള്ളൊരു നിക്കാഹ്. ഇപ്പോൾ ഇതെന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇങ്ങനെ ഒരു നിക്കാഹ് മതപരമായിട്ട് സാധുവാണോ എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം. ഒരുപക്ഷെ ലവ് ജിഹാദ് എന്നുള്ളൊരു പേര് ദോഷം വരാതിരിക്കാൻ വേണ്ടി ചെയ്തതാവോ, എനിക്ക് അറിഞ്ഞൂടാ. ഖുർആൻ അകമ്പൊരുൾ എന്നൊക്കെ പറയുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒരാളാണ് ഈ മുസ്തഫ മൗലവി. അദ്ദേഹം പറയുന്ന പല വാദങ്ങളോടും എനിക്ക് യോജിപ്പില്ല. വത്സലൻ രേഖ ദമ്പതികളുടെ മകൾ ആര്യ എവിയും മുഹമ്മദ് ഇസ്ഹാഖ് ഷാഹിദയുടെ മകൻ അലി കാർഗിലും ഇന്നിവിടെ വിവാഹിതരാവുകയാണ്. ഈ വിവാഹത്തിന് സാക്ഷിയാകുവാനാണ് നാം എല്ലാവരും ഇവിടെ എത്തിയിട്ടുള്ളത്. രണ്ട് മതക്കാർ തമ്മിൽ മതം മാറാതെയും അവരവരുടെ മതത്തിൽ നിന്നുകൊണ്ടും വിവാഹിതരാകാം എന്ന് വേദങ്ങളൊക്കെ പറയുന്നുവെങ്കിലും അങ്ങനെ സാധാരണ നിലക്ക് നടന്നു വരുന്നത് കാണാറില്ല. വേദക്കാർ പരസ്പരം വിവാഹം ചെയ്യാം. പ്രവാചകന്മാർ അങ്ങനെ വിവാഹം ചെയ്തവരും ജീവിച്ചവരുമാണ്. ലൂത്ത് നബി എന്നറിയപ്പെടുന്ന മഹാപ്രവാചകന്റെ ഭാര്യ അദ്ദേഹത്തിന്റെ മതക്കാരിയായിരുന്നില്ല. നോഹ എന്ന് ബൈബിളിലും നൂഹ് എന്ന ഖുർആനിലും അറിയപ്പെടുന്ന മഹാപ്രവാചകന്റെ ഭാര്യയും അദ്ദേഹത്തിന്റെ മതക്കാരിയായിരുന്നില്ല. അവരൊരുമിച്ച് താമസിച്ചിരുന്നു, അവർക്ക് മക്കളുണ്ടായിരുന്നു. മുഹമ്മദ് നബിയുടെ ഭാര്യയായ മാരിയ എന്ന സ്ത്രീ കോപ്റ്റിക് ക്രിസ്ത്യനായിരുന്നു. പ്രവാചക ശിഷ്യന്മാരിൽ പലരുടെയും, ഹുദൈഫ പോലുള്ള പ്രവാചകന്റെ അറിയപ്പെട്ട ശിഷ്യന്മാരുടെ എല്ലാവരുടെയും പലരുടെയും ഭാര്യമാർ യഹൂദരോ ക്രൈസ്തവരോ മറ്റ് മതക്കാരോ ആയിരുന്നു. ഇത് സാധാരണ ഒരു മുസ്ലിമിന് ക്രിസ്ത്യാനിയെ കല്യാണം കഴിക്കാം, ജൂതനെ കല്യാണം കഴിക്കാം എന്നൊക്കെ കിതാബിൽ കേൾക്കാം. പക്ഷേ ഒരു ഹിന്ദുവിനെ ഇങ്ങനെ മതം മാറ്റാതെ കല്യാണം കഴിക്കുന്ന ഒരു കാര്യം എനിക്കറിയില്ല കേട്ടോ. ഒരു പക്ഷേ അങ്ങനെ എന്തെങ്കിലും നിയമങ്ങൾ ഉണ്ടാവും. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇല്ല എന്നാണ്. ഇനി ആ വിഷയമൊക്കെ മതപണ്ഡിതന്മാർ പറയട്ടെ. പക്ഷേ ഇവിടെ അപ്പോഴും പ്രശ്നങ്ങൾ കിടക്കുന്നുണ്ട്. മുസ്ലിമിൻ്റെ വിശ്വാസപ്രകാരമാണ് ഇവിടെ നിക്കാഹ് കഴിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ആ പെൺകുട്ടിക്കും പെൺകുട്ടിയുടെ വീട്ടുകാർക്കും മുസ്ലിം മതത്തോടോ അല്ലെങ്കിൽ ഇസ്ലാമിക നിയമങ്ങളോടോ താല്പര്യം ഉണ്ടായിട്ടാവില്ലേ. ഒരു പക്ഷേ നാളെ ഒരു കല്യാണം കഴിച്ചതിന് ശേഷം ആ പെൺകുട്ടി മതം മാറുകയാണെങ്കിൽ. എന്തായാലും കേരളത്തിൽ ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു നിക്കാഹ്. നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ ഒരു നിക്കാഹിൻ്റെ വീഡിയോ കണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഇതിൻ്റെ നിയമവശങ്ങൾ മതപണ്ഡിതന്മാർ പറയട്ടെ. ഞാൻ മനസ്സിലാക്കിയിടത്തോളം, എൻ്റെ ചെറിയൊരു അറിവിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇങ്ങനെയുള്ളൊരു ഇങ്ങനെയുള്ളൊരു നിക്കാഹ് നിയമപരമായിട്ട് സാധുവല്ല എന്നുള്ളതാണ്. ഞങ്ങനെ സാധുവാക്കുന്ന വല്ല നിയമങ്ങളോ മസലകളോ ഉള്ളതായിട്ടും എനിക്കറിയില്ല. ഇതിന് മുമ്പ് നമ്മൾ കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ക്രിസ്ത്യാനിയെ മതം മാറ്റാതെ കല്യാണം കഴിക്കാം, ജൂതരെ മതം മാറ്റാതെ കല്യാണം കഴിക്കാം, ആ കല്യാണം സാധുവാണ്. അങ്ങനെ മുആവിയ റളിയല്ലാഹു അൻഹു പണ്ട് കാലത്തും യാസർ അറഫാത്ത് വരെ ഇത്തരത്തിൽ വിവാഹം കഴിച്ച കഥകളും നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ ഒരു ഹിന്ദുവിനെ എങ്ങനെ കല്യാണം കഴിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ഈ ഖുർആൻ അകമ്പൊരുൾ എന്ന് പറയുന്ന ഈ മുസ്തഫ മൗലവിയെ കുറിച്ചിട്ട് പല ആളുകളും പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പല വാദങ്ങളോടും പേഴ്സണലി ഞാൻ യോജിക്കുന്ന ഒരാളല്ല. അപ്പോൾ അദ്ദേഹമാണ് ഈ കല്യാണത്തിന് കാർമ്മികത്വം വഹിച്ചിട്ടുള്ളത്. എന്തായാലും ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ സംസാരിക്കട്ടെ. എന്തായാലും അമ്പലത്തിൽ പോയിട്ട് താലി ചാർത്തുന്നതിനേക്കാൾ മെച്ചമായിരിക്കും. അങ്ങനെ ഒരു മുസ്ലിം പെൺകുട്ടി ഹിന്ദുവിനെ പ്രണയിച്ചിട്ട് നാളെ അമ്പലത്തിൽ പോയി താലി ചാർത്തി. കാരണം ഇത് മറ്റു മതക്കാർ ഇങ്ങോട്ട് പോകുമ്പോൾ ഭയങ്കര ലവ് ജിഹാദും കുരുക്ഷേത്രമൊക്കെ ആയിട്ട് കാണിക്കും. അപ്പം എന്തായാലും ഇതിൻ്റെ നിയമങ്ങൾ മതപണ്ഡിതന്മാർ പറയട്ടെ. ഇത് സാധുവല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്തായാലും ഈ കല്യാണം ഭയങ്കര ചർച്ച ആയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ വേറൊരു സംഗതി ഉണ്ട്. നല്ല ഒരു മുസ്ലിം കുടുംബത്തിൽ ഒരു മുസ്ലിമായൊരു ചങ്ങായി നിസ്കരിക്കൂല്ല, നോമ്പോക്കില്ല, ഒരു വിശ്വാസവും ഇല്ല. അപ്പുറത്ത് നല്ല നിസ്കരിക്കുന്ന നല്ല നോമ്പോക്കുന്ന നല്ലൊരു പെൺകുട്ടി നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ അവിടെയും തങ്ങന്മാർ തന്നെയാണ് ഖുത്ബ ഓതി കൊടുക്കണമെന്നും കല്യാണം കഴിപ്പിച്ചു കൊടുക്കണമെന്നും. ഈമാൻ ഉണ്ടാവും, വിശ്വാസം ഉണ്ടാവും.
ഇസ്ലാമായിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ ഒരു പെണ്ണിനെ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഈമാൻ ഉണ്ടാവും. മുസ്ലിം വിവാഹത്തോട് താല്പര്യമുള്ളത് കൊണ്ടാണല്ലോ മുസ്ലിം വിവാഹത്തിൻ്റെ രീതിയിൽ കല്യാണം കഴിക്കാൻ സമ്മതിച്ചത്. ഉള്ളിൽ ഈമാനുണ്ട്, പക്ഷേ മുസ്ലിം ആയിട്ടില്ല. മുസ്ലിം ആവട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. എന്തായാലും കൗതുകമുള്ളൊരു വിവാഹമാണ് ഈ നടത്തുന്നത്. അതോടൊപ്പം ഒരു സന്തോഷം കൂടി പറയാനുണ്ട്. ഗൾഫിൽ ഭയങ്കര യുദ്ധപ്രശ്നങ്ങളാണല്ലോ. ഇറാന് ഒരു കാര്യം തീരുമാനിച്ചു, ഇനി ഗൾഫിനെ ആക്രമിക്കില്ല, ഇതുവരെ ആക്രമിച്ചതിനൊക്കെ മാപ്പ് പറഞ്ഞേക്കാം. അൽഹംദുലില്ലാ നമ്മുടെ ഗൾഫ് ശാന്തമായിട്ട് വരാം. കാരണം ഓരോരുത്തരും വിമാന സർവീസുകളൊക്കെ മുടങ്ങി, ജോലിയെ ബാധിക്കുന്ന ഒരവസ്ഥയായി, ഇവിടെ നിന്നുള്ള കയറ്റുമതി പ്രശ്നമായി, വലിയ സാഹസങ്ങളാണ് വരാൻ പോയിരുന്നത്. പക്ഷേ ഇറാൻ യുദ്ധം ഗൾഫ് രാഷ്ട്രങ്ങളുമായിട്ട് ചെയ്യൂല എന്ന് പറഞ്ഞതോടുകൂടി തന്നെ അൽഹംദുലില്ലാ വളരെ വലിയൊരു ആശ്വാസമായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സന്തോഷ വാർത്ത അറിയിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഒരു ഹിന്ദു മുസ്ലിം വിവാഹം നിങ്ങളുടെ കാഴ്ചപ്പാടിൽ അത് സാധുവാണോ? മതം മാറാതെ കല്യാണം നിക്കാഹ് ചെയ്യിപ്പിച്ചു കൊടുത്താൽ, നിക്കാഹിനെ ചെയ്യിപ്പിച്ചു കൊടുത്താൽ അത് മതപരമായിട്ട് നിലനിൽക്കുന്നതാണോ? നിങ്ങളുടെ അറിവിൽ എന്താണ് അതിൻ്റെ ഉത്തരം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭാഷ്യമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് കുട്ടികളുടെ ഖുർആൻ മത്സരം ഉണ്ട്, നമുക്ക് ആ മത്സരാർത്ഥികളൊന്ന് പരിചയപ്പെടാം. അപ്പുറം വേങ്ങരയിൽ നിന്ന് അഹമ്മദ് സൈനി ദഹലാൻ, 9 വയസ്സാണ് പ്രായം. بسم الله الرحمن الرحيم إن المسلمين والمسلمات والمؤمنين والمؤمنات والقانتين والقانتات والصادقين والصادقات والصابرين والصابرين والصابرات والخاشعين والخاشعات والمتصدقين والمتصدقات والصائمين والصائمات والحافظين فروجا والحافظات والذاكرين الله كثيرا. മറ്റൊന്ന് എൻ്റെ നാടിനടുത്ത് പുത്തമ്പള്ളിയിൽ നിന്ന് മുഹമ്മദ് സിദാൻ, 5 വയസ്സ്. بسم الله الرحمن الرحيم ألهاكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم. ഇടവണ്ണപ്പാറയിൽ നിന്ന് മുഹമ്മദ് മിൻഹൽ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الرحمن علم القرآن خلق الإنسان علمه البيان الشمس والقمر بحسبان والنجم والشجر يسجدان والسماء رفعها ووضع الميزان ألا تطغوا في الميزان فأقيموا الوزن بالقسط ولا تخسروا الميزان والأرض وضعها للأنام. എൻ്റെ നാടിനടുത്ത് പൂക്കർത്തറയിൽ നിന്നും ആയിഷ ബീവി. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الرحمن علم القرآن خلق الإنسان علمه البيان الشمس والقمر بحسبان والنجم والشجر يسجدان والسماء رفعها ووضع الميزان ألا تطغوا في الميزان. അപ്പോൾ മാഷാ അല്ലാഹ് എല്ലാവരുടെയും ഖുർആൻ പാരായണം അടിപൊളിയായിട്ടുണ്ട്. മത്സരാർത്ഥികൾക്കൊക്കെ അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്ന് ബദ്രീങ്ങളുടെ ആണ്ടാണ്, നിങ്ങളെ പ്രാർത്ഥനയിലൊക്കെ ഉൾക്കൊള്ളിക്കണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.